ഒന്ന് കരിവന്നൂർ ബാങ്കിനെ കുറിച്ചാണ് ചോദ്യം. 400 കോടി രൂപയോളം തട്ടിപ്പ് നടത്തി 14 മരണങ്ങളാണ് അവിടെ നടന്നത്. അതിന് വ്യക്തമായ മറുപടി പറയണം. അത് അരമണിക്കൂർ നിങ്ങൾ എടുത്തോളൂ. രണ്ടാമത്തെ ചോദ്യം, വാളയാർ പെൺകുട്ടികളുടെ മരണം പാർട്ടി ഓഫീസിൽ വിളിച്ചിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ പ്രതികളെ ഇറക്കിക്കൊണ്ടുപോയത്. അത് രണ്ടാമത്തെ കുട്ടി മരണപ്പെടാനും കാരണം അത് ഇറക്കിക്കൊണ്ടുപോയത് കൊണ്ടാണ്. വെറുതെ നിലവിളിച്ചത് കൊണ്ട് കാര്യമായില്ല. കർഷക കോൺഗ്രസിന്റെ നേതാവ് രാഷ്ട്രീയമായി ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. കരിവന്നൂരല്ല, വയനാട് ജില്ലയിലെ പുൽപ്പള്ളി എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ സോയ, വയനാട് ജില്ലയിലെ പുൽപ്പള്ളി ബാങ്കില് KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആള് ബാങ്ക് തട്ടിപ്പിൽ ജയിലിലാണ്. ചോദ്യം കരുവന്നൂരിനെ പറ്റി പറയോ? പുൽപ്പള്ളി ബാങ്കിലെ KPCCയുടെ ജനറൽ സെക്രട്ടറി പൗലോസ് ജയിലിൽ കിടക്കുകയാണ്. കോൺഗ്രസ് ഓഫീസിലാണ് അവിടെ അടിച്ചു കളിക്കാൻ കോൺഗ്രസുകാർ കെട്ടിത്തൂക്കിയത്. കരുവന്നൂരിനെ കുറിച്ച് പേടിക്കണം. അരമണിക്കൂറല്ല, ഒരു ദിവസം കൊടുത്താലും CPM-കാർക്ക് ഒന്നും പറയാനുണ്ടാവില്ല. കരുവന്നൂരിൽ തട്ടിപ്പുണ്ടെങ്കിൽ അന്വേഷിച്ചോട്ടെ. നിങ്ങൾ CBI കൊണ്ടുവാ, ED കൊണ്ടുവാ, ഏത് കൊലകൊമ്പന പറഞ്ഞത് വയനാടിലെ കോൺഗ്രസിന്റെ ജയിലിൽ കിടക്കുകയാണ് ചേട്ടാ, ജയിലിൽ കിടക്കുകയാണ്, ഇപ്പോഴും ജയിലിലാണ്. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് എന്തിനാ മരവിപ്പിച്ചത് സാറേ? തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് എന്തിനാ മരവിപ്പിച്ചത്? ഉപജീവനത്തിന് വേണ്ടി അടിച്ചു തളിക്കാൻ ഒരു സ്ത്രീയെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയത്. അതുകൊണ്ട് സോയെ പോലുള്ള ആളുകൾ കോൺഗ്രസിന്റെ ഓഫീസിൽ പോകുമ്പോ ഒന്ന് കരുവന്നൂരിൽ കളവ് നടന്നിട്ടുണ്ടെന്ന് സോയ ആരോപിക്കുന്നുണ്ടെങ്കിൽ ആ കള്ളന്മാരും കൂടി എന്തിനാ ഡൽഹിയിൽ പോയി ഒരുമിച്ച് ഒന്ന് ചോദിച്ചോട്ടെ. കരുവന്നൂരിൽ കട്ട കള്ളന്മാരും കൂടി ഡൽഹിയിൽ പോയി ഡൽഹിയിൽ പറയാൻ രാഹുൽ ഗാന്ധിക്ക് നാട്ടിലുണ്ടോ? കോടികൾ കത്തുന്ന ആളുകളാണ്.